ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ മേടിച്ച ഒരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചിലർക്കെങ്കിലും പ്രോഡക്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത് അഗാരോയുടെ ഹൈ പ്രഷർ വാഷറാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രഷറിൽ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ കൂടുതലായിട്ട് ഇത് മേടിക്കുന്നത് നമ്മൾ വണ്ടിയൊക്കെ കഴുകാനായിട്ടാണ്. കാറോ ബൈക്കോ ഒക്കെ നമുക്ക് നല്ല പതപ്പിച്ചിട്ട് പ്രഷറിൽ വെള്ളം ഒഴിച്ചാൽ നമുക്ക് നല്ല ഇതിൽ വൃത്തിയാക്കി കിട്ടുമല്ലോ. ഓൾസോ നമുക്ക് വീട്ടിലെ പല പർപ്പസസിനും ഹൈ പ്രഷറിൽ കഴുകേണ്ട എന്തിനാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്നതേ ഉള്ളൂ. എത്രയായിരുന്നു എമൗണ്ട്? ഇത് ഇപ്പൊ ഓഫറിൽ 7000 rupees ബിഗ് ബില്യൺ ഡേയ്സ് നടക്കും. ഫ്ലിപ്കാർട്ടില് ബിഗ് ബില്യൺ ഡേയ്സ് നടക്കുമായിരുന്നു. നമുക്ക് 7000 പ്ലസിനാണ് ഈ ഒരു എമൗണ്ട്. ആ ഒരു എമൗണ്ടിനാണ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്നത്. എത്ര വർഷം വാറണ്ടി ആയിരുന്നു? 1 വർഷത്തെ വാറണ്ടി. 1 വർഷത്തെ വാറണ്ടിയിലായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇത് യൂസ് ചെയ്യുന്ന കുറച്ച് പേര് നമ്മുടെ കൂടെ ഉണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരാണ് നല്ല പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞു. സോ നമ്മൾ അവരുടെ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരുന്നു. സോ നമ്മളിത് പർച്ചേസ് ചെയ്തു. അപ്പോൾ നമ്മളിത് ഒരു തോക്ക് കണക്ക് ഒരു ഗണ്ണ് പോലെയാണ് ഇതിരിക്കുന്നത്. ഫസ്റ്റ് ഒരു കറക്റ്റ് ഒരു ഗണ്ണിന്റെ ലുക്കാണ്. നമ്മൾ ആ ഒരു ഇതെടുത്ത് എന്തോ ഇത് വെച്ചിട്ടാണ് ഹൈ പ്രഷറിൽ നമ്മൾ ലെങ്തിലോട്ട് വെള്ളം കണക്ട് ചെയ്ത് വെക്കണം. നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ കണക്ട് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഫോഗ് ക്യാൻ കിട്ടുന്നുണ്ട്. അതിലാണല്ലോ ഈ എന്തെങ്കിലും ലിക്വിഡ് ഒഴിച്ചിട്ട്, ക്ലീനിങ്ങിന്റെ ലിക്വിഡ് ഒഴിച്ചിട്ട് അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിലൊക്കെ പതച്ച് വെക്കാം. അതിനുശേഷം മറ്റേ നോബ് ഫിറ്റ് ചെയ്ത് നമുക്ക് ഇത് അഗാരോയുടെ ആൽഫ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കൂടെ ഈ ഒരു മോഡലിന്റെ കൂടെ നമുക്ക് ഈ ഫോഗ് ക്യാൻ കിട്ടുന്നുള്ള, അല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ഇതൊരു 700 രൂപ കൊടുത്ത് മേടിക്കേണ്ടതാണ്. അഗാരോയുടെ പിന്നെ ഉള്ളത് റോയൽ എന്നൊക്കെ പറഞ്ഞ മോഡലുണ്ട്. പക്ഷെ അതിനൊന്നും ഈ ഒരു വയർ ലെങ്തോ അല്ല എങ്കിൽ ഈ ഒരു കേബിൾ ലെങ്തോ ഈ ഓസിന്റെ ലെങ്തോ ഒന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മളുടെ വാട്ടർ പ്രഷർ വാഷർ മൊത്തം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു പ്രഷർ ഗണ്ണ്, നമുക്ക് ഔട്ട്ലെറ്റ് പൈപ്പ്, അതുപോലെ തന്നെ ഒരു ഇൻലെറ്റ് പൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ കണക്ഷൻ കേബിൾ ഉണ്ട്. ഓക്കെ, സോ ഇത് അസംബിൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഇൻലെറ്റ് പൈപ്പ് ഈ ഫ്രണ്ടിലാണ് കൊടുത്തത്. ഇവിടെ ലോക്ക് ഉണ്ട്. ഇത് അകത്തോട്ട്, അതായത് ഇപ്പം ഞാൻ ഇരിക്കുന്നത് ഈ ഒരു സൈഡിലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലോക്ക് റിലീസ് ആവും. ഇത് ഇൻസേർട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് ഈ ഒരു കണക്ഷനാണ്. ഇത് നമുക്ക് ജസ്റ്റ് എടുത്ത് പുഷ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. ഇതിങ്ങനെ പുഷ് ചെയ്ത് താത്ത് കഴിയുമ്പോഴത്തേനും ഇത് താഴെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കണക്ടർ, ഇത് നമ്മുടെ പ്രഷർ കൊണ്ട് കണക്ട് ചെയ്യുന്നതാണ്. ഇത് ചുമ്മാ താത്ത് വെച്ചാൽ മതി. അതുപോലെ ഈ ഹെഡ് കൊടുത്ത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് ജസ്റ്റ് പുഷ് ചെയ്ത് കയറ്റി സ്ക്രൂ ഇട്ട് പുറകിൽ ടൈറ്റ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ വയർ ഹോൾഡർ, ഇതും ഞാൻ പുറകിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ സൗകര്യത്തിനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യാനുസരണം പുറകിലോട്ടോ ഫ്രണ്ടിലോട്ടോ മാറ്റാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ഇൻലെറ്റ് ഫിൽറ്ററാണ്. അതിൻ്റെ അകത്ത് കണക്ടറും ഹോസിന്റെ ഒരു കണക്ടറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹോസിലും ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. ഇത് വെള്ളം ലീക്ക് ആകാതിരിക്കാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ പ്രഷർ ഗണ്ണിലോട്ട് ഔട്ട്ലെറ്റ് പൈപ്പ് കണക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ, ഇതൊരു ലോക്കാണ്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഫോഗ് ക്യാൻ ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫോഗ് ക്യാൻ നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് കണക്ട് ചെയ്ത് പുഷ് ചെയ്ത് ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഗ് ക്യാൻ റെഡിയാവും. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ ലിക്വിഡ് നിറച്ചിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ഫോഗ് ആക്ടിവേറ്റ് ആകുന്നതാണ്, സ്പ്രെഡ് ആകുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇതിൻ്റെ കൂടെ വരുന്നത് ഹൈ പ്രഷർ വാഷർ. ഇത് നമ്മൾ ഇതിന്റെ കണക്ടറാണ്. ഇത് ജോയിൻ ചെയ്യിച്ചിട്ട് നമ്മൾ അതിന്റെ കണക്ടർ ഇടുകയാണെങ്കിൽ നമുക്കിത് പ്രഷർ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വാഷ് ചെയ്യാവുന്ന ഒരു പ്രഷർ പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് എങ്ങനെ ഷോപ്പിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ വാഷ് ചെയ്യുന്നു അതേ പ്രഷറിൽ തന്നെ നമുക്കിവിടെ വീണ്ടും വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ലാസ്റ്റ് കണക്ട് ചെയ്ത് വെക്കാനായിട്ടാണ് ഈ ഒരു കണക്ടർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയുള്ള നമ്മുടെ അഗാരോ പ്രഷർ വാഷറിന്റെ വിശേഷങ്ങളൊക്കെ.
ഹലോ, നിങ്ങൾ ആദ്യം കണ്ട വീഡിയോ നമ്മൾ ഈ ഒരു പ്രഷർ വാഷർ മേടിച്ച സമയത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ മേടിച്ച സമയം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കറക്റ്റ് റിവ്യൂ പറയാനായിട്ട് നമുക്ക് പറ്റുന്നില്ലായിരുന്നു. മീൻസ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ട് എന്തായിരുന്നു നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഒരു വീഡിയോ ഈ ഒരു പ്രഷർ വാഷർ മേടിച്ചിട്ട് ഏകദേശം 6 മാസത്തോളം ആയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതിന്റെ ഒരു റിവ്യൂ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ 6 മാസം ആയി. അപ്പോൾ ഇത്രയും മന്തില് എല്ലാ മന്തും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രഷർ വാഷർ യൂസ് ചെയ്തു. അപ്പൊ എന്തിനൊക്കെയാണ് നമ്മളിത് മെയിൻ ആയിട്ട് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ അസ് യൂഷ്വൽ എന്താണ്, വണ്ടി കഴുകാനായിട്ടാണ്. നമുക്ക് ഏതൊരു വണ്ടി നല്ല ക്ലിയർ ആയിട്ട് കഴുകിയെടുക്കാം. നമ്മളൊരു വാഷിംഗ് സെന്ററിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ആ ഒരു പതപ്പിച്ചിട്ട് കഴുകുമല്ലോ, ആ ഒരു മെത്തേഡിൽ കഴുകാം. നമ്മളൊന്ന് ഇതിന്റെ ഫോഗ് എന്താണ് പതയെല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി വണ്ടിയുടെ പുറമൊക്കെ. അപ്പൊ എല്ലാ അഴുക്കും പോയി കിട്ടും. അല്ല ഇനി അങ്ങനെ റബ്ബ് ചെയ്തില്ല എങ്കിൽ അത്യാവശ്യം ഈ ഇതിലുള്ള പ്രഷറിൽ തന്നെ വണ്ടി നല്ല ക്ലീൻ ആക്കി കിട്ടുന്നതാണ്. അങ്ങനെ വണ്ടി കഴുകാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ തൊട്ട് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ആ ഒരു പ്രഷറിന്റെ രീതി. അത് നമ്മളുടെ വീടിന്റെ മുറ്റത്തുള്ള പായല് ക്ലീൻ ചെയ്തതാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തോരം പ്രഷറിലാണ് ഈ വെള്ളം പുറത്തോട്ട് വരുന്നതെന്ന്. കാരണം നമ്മൾ പായലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റബ്ബ് ചെയ്താലൊന്നും പോകാറില്ല. പക്ഷെ ഇത് വെച്ച് നമ്മൾ ചെയ്തപ്പോൾ പായലെല്ലാം ഇളകിപ്പോയി. പിന്നെ ഈ ഒരു ഗണ്ണുണ്ടല്ലോ, ഗണ്ണിന്റെ സൈഡിൽ 2 ടൈപ്പിലുള്ള നോസിലുണ്ട്. ഒന്ന് വൈഡ് ആയിട്ടുള്ളതാണ്, കാരണം അത്യാവശ്യം വെള്ളം വൈഡായിട്ട് വീഴുന്നത്. പിന്നെ ഉള്ളത് ഒരു നീഡില് കണക്കുള്ളതാണ്. അത് വളരെ പോയിന്റഡ് ആണ്, അതായത് ഒരു ഷാർപ്പാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നീഡില് പോലുള്ള വെള്ളം വരുന്ന നോസിന് നമുക്ക് ആവശ്യമില്ല. അത് വെച്ച് നമ്മൾ സിമെന്റിലൊക്കെ വെള്ളം ഒടിച്ച് കഴുകിക്കളഞ്ഞാൽ സിമെന്റ് ഇളകി വരും, കാരണം ആ ഒരു പ്രഷർ കാരണം. അപ്പൊ നമ്മൾ കൂടുതലും ആ ഒരു വൈഡ് ആയിട്ടുള്ള നോസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ മുറ്റത്തിലേക്ക് ഈ പായലൊക്കെ ഇളക്കി കളയാനായിട്ട് ഇത് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ചവിട്ടുമത്തയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള നമുക്ക് കൈ കൊണ്ട് കഴുകാൻ ഇൻട്രസ്റ്റ് അല്ലാത്ത അങ്ങനെയുള്ള ചവിട്ടുമത്തയൊക്കെ വെയിലുള്ള സമയത്ത് പുറത്തെടുത്തിട്ടിട്ട് മുറ്റത്തിട്ടിട്ട് നമ്മൾ ഈ ഒരു പ്രഷർ വാഷർ ഇട്ട് തന്നെ പതപ്പിച്ച്, സോപ്പ് പതയൊക്കെ ഇട്ട് പതപ്പിച്ച് ഇത് തന്നെ നമുക്ക് കഴുകി സൂപ്പറായിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെ വീട്ടിലുള്ള പല കാര്യങ്ങളും നമുക്ക് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന പലതും ഈ ഒരു പ്രഷർ വാഷർ വച്ച് നമുക്ക് കഴുകാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ റിവ്യൂ. ഒരു നെഗറ്റീവായിട്ട് ഒന്നും പറയാനില്ല കേട്ടോ. നല്ലൊരു അഭിപ്രായമാണ്. ഓൾസോ ഇതിന്റെയൊക്കെ ഈ ഒരു ഓസ് ഉണ്ടല്ലോ, ഓസൊക്കെ അത്യാവശ്യം നല്ല നീളമുണ്ട്, ഇത്തിരി നീളമൊന്നും അല്ല. അപ്പോൾ പൈപ്പിൽ കണക്ട് ചെയ്തിട്ട് അത്യാവശ്യം കുറച്ച് ദൂരോട്ടൊക്കെ നമുക്ക് ഇതിനെ വലിച്ചുകൊണ്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും വണ്ടിയൊക്കെ കഴുകുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, ബക്കറ്റിൽ വെള്ളവും പിടിച്ചാണ് വീട്ടിലൊക്കെ വെച്ച് കഴുകുന്നത് അല്ലേ. പക്ഷെ ഇതിലാണെങ്കിൽ കുറച്ച് കറണ്ട്, സാധാരണ രീതിയിലുള്ള ഒരു കറണ്ട് കൺസംഷനേ ഉള്ളൂ. അധികം അങ്ങ് കറണ്ട് പിടിക്കത്തൊന്നുമില്ല. ഇതിന്റെ താഴെ ഒരു വീലുണ്ട്. അപ്പൊ നമുക്ക് ഉരുട്ടിക്കൊണ്ടൊക്കെ പോയി തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.